എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ബാക്കി മാത്സ് ക്വസ്റ്റ്യൻസ് നോക്കാം. 23 നമ്മൾ ചെയ്തത്. 24ാമത്തെ ചോദ്യം നോക്കാം. 24 5000 രൂപയ്ക്ക് 2 മാസത്തേക്ക് 9% പലിശ നിരക്കിൽ സാധാരണ പലിശ എത്ര? അപ്പം നമ്മളോട് സാധാരണ പലിശയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം സാധാരണ പലിശ കാണുന്ന നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഏതാണ്? I=PNR/100 എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ എല്ലാവരും കണ്ടല്ലോ. അപ്പം നമ്മൾ ഇവിടെ മാറിയിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം നമ്മുടെ ഇക്വേഷൻ എഴുതുകയാണ് I=PNR/100. ഇതാണ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഐ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓരോന്നും ഇവിടെ എഴുതി വയ്ക്കാം. പി എന്താണ് തന്നിരിക്കുന്നത്? 5000 എന്നാണ്, 5000 രൂപ എന്നാണ് തന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ഞാൻ ഈ ട്രാപ്പിൽ വീണു പോയിട്ടുണ്ട്. 2 മാസം എന്നാണ് തന്നത്. അപ്പം നമ്മളിവിടെ എടുക്കുന്ന n ആക്ച്വലി വർഷമാണ്. I=PNR/100 എന്ന് പറയുന്ന ഇക്വേഷനിൽ n ആക്ച്വലി ഇയർ ആണ് നമ്മൾ എടുക്കാറ്. അപ്പം മാസമായതുകൊണ്ട് നമുക്കതിനെ വർഷത്തിലേക്ക് മാറ്റാൻ 2/12 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? 1/6 എന്ന് വരും. ഓക്കെ, ഒന്നെങ്കിൽ 2/12 തന്നെ ഇട്ടിട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ 1/6 എന്ത് വേണമെങ്കിലും ചെയ്യാം. വെട്ടിപ്പോകുന്നുണ്ടെങ്കിൽ വെട്ടിപ്പോകുമല്ലോ. അപ്പോൾ 1/6 വർഷം എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ 6 എന്താണ് ക്വസ്റ്റ്യനിൽ തന്നതാണ്, 9% എന്ന് തന്നിട്ടുണ്ട്. ഇനി ഈ PNRനെ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം 5000 ഇൻറ്റു ഓക്കെ എന്നിനെ നമ്മൾ 1/6 അല്ലെങ്കിൽ 2/12 ഇടാം. ആ 6 ഇതാ ഇവിടെ ഉണ്ടാകും. പിന്നെ 9% എന്നുള്ളതിൽ നിന്ന് 9/100 എന്നാണ് നമ്മൾ എഴുതുക അല്ലേ? 9/100 എന്ന് എഴുതി. ഇനി നമുക്കിത് വെട്ടി നോക്കാം. 3 ആണെങ്കിൽ 2 3 എന്നായി. ഇത് വെട്ടിപ്പോയാൽ 2500 വീണ്ടും ക്യാൻസലായി പോവും. 25 × 3 എന്ന് ബാക്കി ഉണ്ടാവും. 25 × 3 ചെയ്ത് കഴിഞ്ഞാൽ 75 രൂപ എന്ന് കിട്ടി. നമ്മളോട് കാണാൻ പറഞ്ഞത് എന്താണ്? പലിശയാണ് കാണാൻ പറഞ്ഞത്. അതുകൊണ്ട് I=75 രൂപ എന്ന് കിട്ടി. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്നത് 2 മാസം എന്നാണ്. അതിനെ വർഷത്തിലാക്കിയ ശേഷം നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ആൻസർ 75 രൂപ എന്ന് കിട്ടും. അപ്പം നമുക്ക് നോക്കി നോക്കാം 75 ഓപ്ഷനിലുണ്ടോ നോക്കാം. 24ാമത്തെ ചോദ്യമായിരുന്നു. 75 ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. 24 ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഓക്കെ, ഇനി 25ാമത്തെ ചോദ്യം. 2 സംഖ്യകളുടെ അംശബന്ധം തന്നിരിക്കുന്നത് 3:4 ആണ്. അവയുടെ ലസാഗു 180 ആയാൽ ചെറിയ സംഖ്യയുടെയും വലിയ സംഖ്യയുടെയും തുക എത്ര എന്നാണ് ചോദ്യം. തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് ലസാഗു തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കാണാനുള്ളൊരു ഇക്വേഷൻ ഉണ്ട്, അത് വെച്ചിട്ട് ചെയ്യാം. 3:4 ലസാഗു 180 ആണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് വലിയ സംഖ്യയും ചെറിയ സംഖ്യയും കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വലിയ സംഖ്യ = എന്താണ്? ലസാഗു, അതായത് LCM ഡിവൈഡഡ് ബൈ ചെറിയ റേഷ്യോ, ചെറിയ അംശബന്ധം റേഷ്യോ. അപ്പോൾ എന്താണ് ഇക്വേഷൻ? വലിയ സംഖ്യ = ലസാഗു ബൈ ചെറിയ അംശബന്ധം. അപ്പോൾ ലസാഗു എത്രയാണ് തന്നത്? 180 എന്ന് തന്നിട്ടുണ്ട്. ചെറിയ അംശബന്ധം എന്താ തന്നത്? 3, അതായത് 3:4 അല്ലേ? അതിൽ ചെറിയ അംശബന്ധം 3 ആണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വന്നു? 60 ആണ് എന്ത്? വലിയ സംഖ്യ. ഇനി ചെറിയ സംഖ്യ ആണെങ്കിലുള്ള ഇക്വേഷൻ എന്താണ്? ചെറിയ സംഖ്യ = നേരെ ഓപ്പോസിറ്റ് ലസാഗു ബൈ എന്ത് വരും? വലിയ റേഷ്യോ എന്ന് വരും, വലിയ അംശബന്ധം. അത് ചെയ്താൽ എന്ത് വരും? LCM 180 ആണ്, വലിയ അംശബന്ധം 4 ആണ്. 180/4 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 45 എന്ന് കിട്ടും. അപ്പം നമ്മുടെ വലിയ സംഖ്യ 60ഉം ചെറിയ സംഖ്യ 45ഉം. ഇതാണ് ഇക്വേഷൻ. വലിയ സംഖ്യ = LCM ബൈ ചെറിയ അംശബന്ധം. ചെറിയ സംഖ്യ കാണാനാണെങ്കിൽ LCM ബൈ വലിയ അംശബന്ധം. സിമ്പിളാണല്ലോ. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നമ്മുടെ ആൻസർ ഓപ്ഷനിലുണ്ടോ നോക്കണ്ടേ? 25
തുകയാണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ 60ഉം 45ഉം കൂട്ടണമായിരുന്നു. 60ഉം 45ഉം കൂട്ടിയാൽ എത്ര വരും? 105 വരും. 105 ആൻസർ കേട്ടോ. അപ്പോൾ പൂർണ്ണമായും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം ഓപ്ഷനിലേക്ക് വരിക. അപ്പോൾ തുകയാണ് കാണാൻ പറഞ്ഞത്. വലിയ സംഖ്യയും ചെറിയ സംഖ്യയും കണ്ടുപിടിച്ച ശേഷം അതിൻ്റെ തുക കണ്ടുപിടിക്കുക. ഓക്കെ, 105. ഇനി 26, മണിക്കൂറിൽ 54 km/h വേഗത്തിൽ സഞ്ചരിക്കുന്ന ട്രെയിൻ 10 സെക്കൻഡ് കൊണ്ട് ഒരു ഇലക്ട്രിക് പോസ്റ്റ് ക്രോസ് ചെയ്താൽ ട്രെയിനിൻ്റെ നീളം എത്ര? അപ്പം നമുക്ക് ദൂരം ബൈ സമയം = വേഗതയാണ്. അത് വെച്ചിട്ട് തന്നെ ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത്. അതാണ് ട്രെയിനിൻ്റെ നീളം കിട്ടുക. ഇവിടെ ഇലക്ട്രിക് പോസ്റ്റ് ആയതുകൊണ്ട് വേറെ ഒന്നും ആഡ് ചെയ്യാനൊന്നുമില്ല. അപ്പം നമുക്ക് സാധാരണ നമ്മൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ ചെയ്താൽ മതി. അപ്പം നമ്മൾ എന്തൊക്കെയാണ് തന്നിട്ടുണ്ടായിരുന്നത്? 54 km/h എന്ന് വേഗം തന്നിട്ടുണ്ട്. പിന്നെ സമയം തന്നിരിക്കുന്നത് സെക്കൻഡിലാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ വേഗം തന്നിരിക്കുന്നത് km/hലും സമയം തന്നിരിക്കുന്നത് സെക്കൻഡിലും. ഓപ്ഷനിലേക്ക് നോക്കുക, നമുക്ക് ആൻസർ വേണ്ടത് എല്ലാം മീറ്ററിലും ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് മനസ്സിലായി? km/hലുള്ളതിനെ m/s മാറ്റണമെന്ന് മനസ്സിലായി. ഇനി നമുക്ക് ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾ എഴുതി വയ്ക്കുക, വേഗത = എന്താ തന്നിരിക്കുന്നത്? 54 km/h ആണ്. അതിനെ m/s മാറ്റാൻ എന്ത് ചെയ്യണം? 5/18 കൊണ്ട് ഗുണിക്കണം. അപ്പം 54 18 എത്ര പ്രാവശ്യം പോകും? 3 പ്രാവശ്യം പോകും. ഓക്കെ, 3 × 5 എന്ത് വരും? 15 m/s എന്നായിട്ട് മാറി വേഗം. ഇനി സമയം നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? 10 സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് ദൂരം കണ്ടുപിടിക്കാമല്ലോ. ദൂരം = എന്താണ്? വേഗം × സമയം v/t ചെയ്താൽ മതി. അപ്പോൾ 15 × 10 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? 150 എന്താണ് മീറ്റർ. 150 മീറ്റർ എന്ന് ആൻസർ കിട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നമുക്ക് ഓപ്ഷനിൽ m/s മീറ്ററിലാണോ സെക്കൻഡിലാണോ എന്താണോ വേണ്ടതെന്ന് നോക്കുക. അതിനനുസരിച്ച് തന്നിരിക്കുന്ന വാല്യൂസിൽ എന്ത് ചെയ്യുക? മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ മാറ്റം വരുത്താം. km/hലുള്ളതിനെ m/s ആക്കി മാറ്റാൻ 5/18 കൊണ്ട് ഗുണിക്കുക. ഇനി m/s km/hലേക്ക് മാറ്റാനാണെങ്കിൽ 18/5 കൊണ്ട് ഗുണിക്കാം. അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ 150 മീറ്റർ എന്നുള്ളതായിരുന്നു. അത് ഓപ്ഷൻ ഡി, 150 മീറ്റർ കേട്ടോ. 26ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇനി 27, 8 പേർ 10 ദിവസം കൊണ്ട് ദിവസത്തിൽ 6 മണിക്കൂർ വെച്ച് 200 കളിപ്പാട്ടം ഉണ്ടാക്കിയാൽ. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് തന്നത്? ആളുകളുടെ എണ്ണം, ദിവസം, മണിക്കൂർ, പിന്നെ വർക്കും തന്നിട്ടുണ്ട്. 200 കളിപ്പാട്ടം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 10 പേർക്ക് ദിവസത്തിൽ 7 മണിക്കൂർ വെച്ച് 350 കളിപ്പാട്ടം ഉണ്ടാക്കാൻ എത്ര ദിവസം വേണം? ഇതാണ് ക്വസ്റ്റ്യൻ ഒന്നും കൂടി വായിക്കുക. എന്നിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഉണ്ടാക്കിയ ശേഷം നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് സാധാരണ ആളുകളുടെ എണ്ണവും ദിവസവും മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഇവിടെ ടൈമും ഉണ്ട്, വർക്കും ഉണ്ട്. അപ്പം നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാണ് മാറുന്നത്? m1 d1 t1 w2 = m2 d2 t2 w1. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. w2 w1 നോട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ ആൻസർ മൊത്തം തെറ്റും. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? d2 ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറുന്നു? m1 d1 t1 w2 ഡിവൈഡഡ് ബൈ m2 t2 w1. ഇനി തന്നിരിക്കുന്നതെല്ലാം ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പം ഇവിടെ എന്തൊക്കെയാണ് തന്നതെന്ന് വേണമെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് എഴുതി തരാം. m1 തന്നിരിക്കുന്നത് എന്താണ്? 8 എന്നാണ്. d1 തന്നിരിക്കുന്നത് 10 എന്നാണ്. ഇനി t1 തന്നിരിക്കുന്നത് 6. w2 ആണ് നമുക്ക് അതിൻ്റെ കൂടെ വേണ്ടത്. w2 ആണെങ്കിൽ 350 എന്ന് തന്നിട്ടുണ്ട്. ഇത്രയും ആളുകളെ നമ്മൾ എവിടെ കൊണ്ടുപോയിടണം? ഒരു ഭാഗത്ത് കൊണ്ടുപോയിടണം. 350 കേട്ടോ. w2 350. ഇനി ആരൊക്കെ തന്നിട്ടുണ്ട് നമുക്ക്? m2 = 10, t2 = 7, w2 അല്ല w1 ഞാൻ എഴുതി കഴിഞ്ഞല്ലോ. w1 ആണെങ്കിൽ എന്താണ്?
200 എന്നും തന്നിട്ടുണ്ട്. ഓക്കെ, 200 ഇവിടെ എഴുതാനും കഴിയും. ഓക്കെ, 200 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആളുകൾ നമ്മളെ കയ്യിലുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരാണ്? D2വിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിവിടെ നിൽക്കട്ടെ. അപ്പോൾ D2വിൻ്റെ ഇക്വേഷനിലേക്ക് നമുക്ക് ഇവരെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ 8 ഇൻറ്റു D1 10, 10 ഇൻറ്റു T1 6, W2 ആണെങ്കിൽ 350 ഡിവൈഡഡ് ബൈ M2 10, T2 7, W1 200. ഓക്കെ, നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ള എല്ലാം ക്യാൻസൽ ചെയ്യാം. എളുപ്പം കിട്ടി. 2 6 12. 12 എന്താ കിട്ടിയത്? ദിവസം. D2 ആണേ നമ്മൾ കണ്ടുപിടിച്ചത്. ഇപ്പോൾ 12 ദിവസം എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ എന്താണ്? ഇവിടെ എന്താ നോക്കാനുള്ളൂ? ഈ ഇക്വേഷൻ എങ്ങനെ വന്നു? M1 D1 T1 W2 ഇസ് ഈക്വൽ ടു M2 D2 T2 W1 ചെയ്യുക. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന എല്ലാം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതെല്ലാം ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 12 ദിവസം എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പം നമുക്ക് നോക്കി നോക്കാം നമ്മുടെ ആൻസർ ഓപ്ഷനിലുണ്ടോ നോക്കാം. 27 ഓപ്ഷൻ ബി 12 ആണ് ശരിയായ ഉത്തരം. ഓക്കെ, 27 ഓപ്ഷൻ ബി 12. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 28. ഒരു ക്ലാസ്സിലെ 10 കുട്ടികളുടെ ശരാശരി ഭാരം 40 കിലോഗ്രാം ആണ്. ക്ലാസ് ടീച്ചറുടെ ഭാരം കൂടി കൂട്ടിയപ്പോൾ ശരാശരി 1 കിലോഗ്രാം വർദ്ധിച്ചു. എന്നാൽ ടീച്ചറുടെ ഭാരം എത്ര എന്നാണ് ചോദ്യം. ഇതേ ഒരു ടൈപ്പ് നമ്മൾ ഓൾറെഡി ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ക്വസ്റ്റ്യൻ എല്ലാവരും കണ്ടല്ലോ. നമുക്ക് ആൻസറിലേക്ക് പോവാം. അപ്പം 10 കുട്ടികളുടെ ഭാരം എത്ര തന്നിട്ടുണ്ട്? 40 കിലോഗ്രാം. 10 കുട്ടികളുടെ ഭാരം എന്നല്ല, 10 കുട്ടികളുടെ ശരാശരി ഭാരം അല്ലേ തന്നത്? 10 കുട്ടികളുടെ ശരാശരി ഭാരം 40 കിലോഗ്രാം എന്ന് തന്നിട്ടുണ്ട്. ഇനി ക്ലാസ് ടീച്ചറുടെ ഭാരം കൂടി കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ എണ്ണം 11ആയി. 11 ആളുകളുടെ ശരാശരി ഭാരം നമുക്ക് എന്ത് വന്നു? 1 കിലോഗ്രാം വർദ്ധിച്ചു എന്നാണ് പറഞ്ഞത്. അതായത് 41 ആയിട്ട് മാറി. അപ്പം ശരാശരി ഒന്നുകൂടി, ആളുകളുടെ എണ്ണം ഒന്നുകൂടി. നമ്മളെങ്ങനെയാണ് ചെയ്തിരുന്നത്? ഈ 40നെ 1 കൊണ്ട് ഗുണിച്ചു, ഈ 11നെ +1 കൊണ്ട് ഗുണിച്ച് കൂട്ടി എഴുതുന്നു. അപ്പം 40 × 1 + 11 × 1 ചെയ്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 40 + 11 എന്ത് വരുന്നു? 51 കിലോഗ്രാം എന്ന് വന്നു. എന്താ കണ്ടുപിടിച്ചത്? ഇപ്പം ടീച്ചറുടെ ഭാരം. എളുപ്പമല്ലേ? ഇത് ഒരു ഷോർട്ട് കട്ടാണ്. ഈ ഷോർട്ട് കട്ട് അറിയാവുന്നവർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ കുറച്ച് റിസ്ക് എന്നല്ല, പഠിച്ചാലെല്ലാം എളുപ്പം തന്നെ. എന്നാലും അത് കുറച്ചൊരു വളഞ്ഞ വഴിയാണ്. അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഈ ഷോർട്ട് കട്ട് അറിയാവുന്നവർ ഉണ്ടാവും. ഇങ്ങനെ ചെയ്താൽ നമുക്ക് 51 കിലോഗ്രാം എന്ന് കിട്ടും, എളുപ്പത്തിൽ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസറിലുണ്ടോ നോക്കാം. 28 ഓപ്ഷൻ ബി 51 എന്ന് കിട്ടി. ഓക്കെ, ഇല്ലെങ്കിൽ എന്ത് കാണണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 10 കുട്ടികളുടെ ശരാശരി തന്നിട്ടുണ്ടല്ലോ, അതിൽ നിന്നും ആകെ ഭാരം കണ്ടെത്തിയിട്ട് ക്ലാസ് ടീച്ചറുടെ ഭാരം X ആക്കി എടുത്തിട്ടൊക്കെ ചെയ്യണം. അത് ചെയ്യണമെങ്കിൽ ഞാനൊന്ന് പറഞ്ഞുതരാം. അതായത് 10 കുട്ടികളുടെ ശരാശരി ഭാരം 40 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 10 കുട്ടികളുടെ ആകെ ഭാരം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ 10 × 40 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടി? 400 എന്ന് കിട്ടി. ഈ 400 ആകെ ഭാരം. ഇനി ടീച്ചറുടെ ഭാരം നമ്മൾ എന്തെടുക്കുകയാണ്? ടീച്ചറിൻ്റെ വെയിറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് X എന്നെടുത്തു. ഓക്കെ, ഇനി നമുക്ക് എന്തറിയാം? തുക ബൈ എണ്ണം ഇസ് ഈക്വൽ ടു ആണെന്ത്? ആവറേജ് അഥവാ ശരാശരി. ഇതവിടെ നിൽക്കട്ടെ. അന്നപ്പം ഈ 400നോട്, അതായത് ആകെയുള്ള ഈ 400നോട് ആര് വരുന്നു? X വരുന്നു, ടീച്ചർ വരുന്നു. ഡിവൈഡഡ് ബൈ ആളുകളുടെ എണ്ണം എന്താകുന്നു? 11 ആവുന്നു. ഈ ഇക്വേഷൻ തന്നെയാണിത്. ഓക്കെ, തുക എത്രയാണ്? 400 ആണ് ഓൾറെഡി ഉള്ളത്. അതിനോട് ടീച്ചർ വന്നപ്പം X ആയി. ടീച്ചർ വന്നപ്പം എണ്ണം മാറി 10 എന്നുള്ളത് 11 ആയി. ഈ ഇക്വേഷൻ വന്നത് മനസ്സിലായല്ലോ. അത് ഇസ് ഈക്വൽ ടു നമുക്ക് എന്തറിയാം? ആവറേജ് 41 ആവുന്നു. ഇതെല്ലാം ക്വസ്റ്റ്യനിൽ തന്നത് അതേപടി എഴുതിയതാണ്, ഒരു മാറ്റവുമില്ല. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? X കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ X കാണുക എങ്ങനെയാണ്? 400 + X ഇസ് ഈക്വൽ ടു 41 × 11 ചെയ്ത് നോക്കാം. 41 × 11 ചെയ്താൽ എന്ത് കിട്ടി? 451 എന്ന് കിട്ടും. 451 എന്ന് കിട്ടും. 400 + X 451 എന്ന് കിട്ടി. ഇനി ഇതിനകത്ത് നിന്ന് X കണ്ടുപിടിക്കാമല്ലോ. X ഇസ് ഈക്വൽ ടു 451 - 400. അത് ചെയ്താൽ എന്ത് വരും?
51 കിലോഗ്രാം. കിട്ടിയല്ലോ? കിട്ടി. അതും ഈ ക്വസ്റ്റ്യനിൽ തന്ന സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് എത്താം. രണ്ട് രീതിയിലും നമ്മൾക്ക് ആൻസറിലേക്ക് എത്താൻ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ 28 ഓപ്ഷൻ ബി 51 കിലോഗ്രാം എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 29 ചതുരാകൃതിയിലുള്ള ഒരു തോട്ടത്തിന് 24 മീറ്റർ നീളവും 18 മീറ്റർ വീതിയുമുണ്ട്. അതിനു ചുറ്റും പുറത്തായി 2 മീറ്റർ വീതിയിൽ ഒരു പാതയുണ്ട്. അങ്ങനെയെങ്കിൽ പാതയുടെ വിസ്തീർണം എത്ര? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ അധികവും കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ ചതുരാകൃതിയിലുള്ള ഒരു തോട്ടമുണ്ട്, ആ തോട്ടത്തിന് നീളവും വീതിയും തന്നിട്ടുണ്ട്. അതിന് ചുറ്റും പുറത്തായിട്ട് എന്തുണ്ട്? ഒരു പാതയുണ്ട്, ആ പാതയുടെ വീതിയും തന്നിട്ടുണ്ട്, 2 മീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്തിൻ്റെ വിസ്തീർണമാണ് കണ്ടുപിടിക്കേണ്ടത്? ആ പാതയുടെ വിസ്തീർണമാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാം? അപ്പം നമുക്ക് എങ്ങനെ ചെയ്യാം? നമുക്ക് അത് ചിത്രം വരച്ച് നോക്കാം, എന്നിട്ട് അടയാളപ്പെടുത്തി നോക്കിയാൽ നമുക്ക് കിട്ടും. അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? 18ഉം 24ഉം വീതിയുള്ള 18 മീറ്റർ വീതിയും 24 മീറ്റർ പിന്നെ നീളമുള്ള. അപ്പോൾ ഇവിടെ 24, ഇവിടെ 18 ആണേ. ഓക്കെ, ഇനി ഇതിന് പുറത്ത് കൂടി 2 മീറ്റർ, ഇത് ചിത്രം നോക്കണ്ട, ചിത്രം റഫാണേ, 2 മീറ്റർ വീതിയിലുള്ള എന്തുണ്ട്? അതായത് ഇതാണ് 2 മീറ്റർ എന്ന് പറയുന്നത്, എല്ലാ ഭാഗത്തും 2 മീറ്റർ ആയിരിക്കും. ഇതാണ് പുറത്തു കൂടെയുള്ള പാത. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? ഈ പാതയുടെ വിസ്തീർണമാണ് കണ്ടുപിടിക്കുന്നത്. നമ്മളെപ്പോഴും ചെയ്യുന്ന പോലത്തെ നോർമൽ രീതിയിലാണ് ചെയ്യുന്നത്. അതായത് മൊത്തത്തിലുള്ള ചതുരത്തിൻ്റെ വിസ്തീർണം കണ്ടുപിടിച്ചിട്ട് ഈ ഒരു ചതുരത്തിൻ്റെ, ഈ എ എന്ന് എഴുതിയ ചതുരത്തിൻ്റെ വിസ്തീർണം മൈനസ് ചെയ്താൽ നമുക്ക് ചുറ്റിലുള്ള ഇതിൻ്റെ പാതയുടെ വിസ്തീർണം കിട്ടുമല്ലോ. ആ രീതി തന്നെയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ ചുറ്റുമുള്ള ചതുരത്തിൻ്റെ, അതായത് വലിയ ചതുരത്തിൻ്റെ നീളവും വീതി എങ്ങനെ കണ്ടുപിടിക്കാം? എങ്ങനെ കണ്ടുപിടിക്കാം? ഈ സൈഡിൽ കൂടെ വരച്ച് നോക്കുന്ന നീക്കുവാണ്. എങ്ങനെ കണ്ടുപിടിക്കാം? അതായത് ഈ നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 ആണല്ലോ. 24 പ്ലസ് ഇവിടെ എന്തുണ്ടാകും? ഇതൊരു 2 മീറ്റർ അല്ലേ വീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു 2 ഉണ്ടാവും, ഇവിടെ ഒരു 2 ഉണ്ടാവും. അപ്പം നീളം കാണാൻ എന്ത് ചെയ്യുന്നു? 24നോട് ഒരു 4 കൂട്ടേണ്ട കാര്യമുണ്ട്. അപ്പം 28 മീറ്റർ എന്ന് നമുക്ക് നീളം കിട്ടും വലിയ ചതുരത്തിൻ്റെ. അതേപോലെ ഈ നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 മീറ്റർ ആണെന്നറിയാം. അതേപോലെ ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. അപ്പോൾ 18നോട് എന്ത് കൂട്ടണം? 4 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വീതിയും കിട്ടും. അപ്പോൾ 22 മീറ്റർ എന്ന് വീതിയും കിട്ടി. അപ്പോൾ വലിയ ചതുരത്തിൻ്റെ നീളവും വീതിയുമാണ് ഈ കിട്ടിയിരിക്കുന്നത്. നീളം 28 മീറ്റർ, വീതി 22 മീറ്റർ. ചെറിയ ചതുരം, ഉള്ളിലുള്ള ചതുരത്തിൻ്റെത് എ ആണെന്ന് വിചാരിക്കുക, പുറത്തുള്ള ചതുരം ബി ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഉള്ളിലുള്ള ചതുരം എയുടെ നീളവും വീതിയും എന്താണ്? 24ഉം 18ആണ്. ഇനി 2ൻ്റെ വിസ്തീർണം കണ്ടുപിടിച്ചിട്ട് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യാം? 28 × 22 ചെയ്ത ശേഷം അതിൽ നിന്നും എന്ത് മൈനസ് ചെയ്യുന്നു? 24 × 18 മൈനസ് ചെയ്താൽ നമുക്ക് പാതയുടെ വിസ്തീർണം കിട്ടും. അപ്പം 28നെ 22 കൊണ്ടൊന്ന് ഗുണിച്ചു നോക്കാം. 616 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി 24 × 18 ഒന്ന് ചെയ്ത് നോക്കാം. $432. ഇനി മൈനസ് ചെയ്ത് നോക്കാം. $184 മീറ്റർ സ്ക്വയർ എന്നാണ് എനിക്ക് ആൻസർ വന്നിരിക്കുന്നത്. അപ്പം ഇത്രയും മനസ്സിലാക്കി വയ്ക്കാം. പാത കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, പാതയുടെ വിസ്തീർണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് വലിയ വിസ്തീർണത്തിൽ നിന്ന് ചെറിയ ചതുരത്തിൻ്റെ വിസ്തീർണം മൈനസ് ചെയ്തതാണ്. അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ആ പാതയുടെ വിസ്തീർണം കിട്ടി. എളുപ്പമാണല്ലോ. 184 മീറ്റർ സ്ക്വയർ എന്നാണ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി 184 മീറ്റർ സ്ക്വയർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ഈ 30 ശ്രേണി പൂർണ്ണമാക്കുക. ശ്രേണി പൂർണ്ണമാക്കുക. ഒന്ന് നോക്കിക്കേ. P3C R5F ഇങ്ങനെയൊക്കെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ മനസ്സിലാവുന്നു? അതിങ്ങനെ ശ്രേണിയായിട്ടാണ് പോകുന്നത്. അതായത് P കഴിഞ്ഞാൽ R കഴിഞ്ഞാൽ T, R കഴിഞ്ഞാൽ T അല്ല, ഓരോന്നിട വിട്ടിട്ട് കേട്ടോ. PQ കഴിഞ്ഞാൽ
ആർ എസ് കഴിഞ്ഞാൽ ടി, ടി യു കഴിഞ്ഞാൽ വി. അപ്പോൾ വി കഴിഞ്ഞാൽ ഡബ്ല്യു കഴിഞ്ഞിട്ട് എക്സ്. അപ്പോൾ ഇവിടെ എക്സ് ആണ് ആദ്യം തുടങ്ങേണ്ടത്. അപ്പോൾ എക്സ് തുടങ്ങുന്നത് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഇത് പോയി, എ പോയി. ഇനി 3യോ, 3 കഴിഞ്ഞിട്ട് 5 ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 3 കഴിഞ്ഞിട്ട് ഇവിടെ 5 ആണുള്ളത്. അതായത് 3ഉം 2ഉം 5, 3ഉം 2ഉം 5, 5ഉം 3ഉം 8 അല്ലേ? 5ഉം 3ഉം 8, 8ഉം 4ഉം 12. ഇനി 12ഉം 5ഉം ചേർന്നാൽ എന്ത് വരും? 12ഉം 5ഉം 17. അപ്പോൾ എക്സ് 17 എന്ന് വരണം. അപ്പോൾ എക്സ് 17 വരുന്നത് ആകെ ഇവിടെ മാത്രമേ ഉള്ളൂ, ഓപ്ഷൻ സി. അതിലേക്ക് നമുക്ക് ഡയറക്റ്റ് എത്താം. ഓക്കെ, നിങ്ങളൊന്ന് വൃത്തിയിൽ നോക്കിയാൽ മതി. ഞാനിവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചിട്ടുകൊണ്ടായിരിക്കും. നമ്മൾ ഓരോന്നും നോക്കാം. അത് പി, ക്യൂ കഴിഞ്ഞ് 6, 6 കഴിഞ്ഞ് എസ് കഴിഞ്ഞ് ടി, ഓരോന്ന് ഇടവിട്ടിട്ടാണ്. അതായത് +2 ആയിട്ടാണ് പോകുന്നത്. അത് എളുപ്പമാണ്, ഞാൻ അധികം പറഞ്ഞു കൊള്ളാക്കുന്നില്ല. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക, X17O. ഇത് ഹരിശ്രീയിലെ ക്വസ്റ്റ്യൻ ആണ്. ഹരിശ്രീയിൽ അവർ ഓപ്ഷൻ എ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് തെറ്റാണ്, ഓപ്ഷൻ സി തന്നെയാണ്. അതായത് വർക്കൗട്ട് ചെയ്ത സ്ഥലത്ത് X17O എന്നാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ആൻസർ കീയിൽ എഴുതിയപ്പം Y17O എന്നായി പോയിട്ടുണ്ട് കേട്ടോ. അടുത്തത്, ഒരു ക്ലാസ്സിലെ കുട്ടികളിൽ ശ്യാം മുന്നിൽ നിന്ന് 7ാം റാങ്കും പിന്നിൽ നിന്ന് 28ാം റാങ്കും ആയാൽ ആ ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ എണ്ണം എത്ര? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഓൾറെഡി നമ്മളൊന്ന് ചെയ്തു. എന്താണ്? ശ്യാം മുന്നിൽ നിന്ന് 7ഉം പിന്നിൽ നിന്ന് 28ഉം ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സാധാരണ ചെയ്യാറ്? ക്ലാസ്സിലെ ആകെ കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാം? മുന്നിലെ സ്ഥാനം പ്ലസ് പിന്നിലെ സ്ഥാനം -1 ചെയ്താൽ മതി. ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ എണ്ണം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ മുന്നിലെ സ്ഥാനം എന്താണ് തന്നത്? മുന്നിലെ സ്ഥാനം പ്ലസ് പിന്നിലെ സ്ഥാനം -1 ചെയ്താൽ നമുക്ക് ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം കിട്ടും. അപ്പോൾ മുന്നിലെ സ്ഥാനം 28 പ്ലസ് 7, പിന്നിലെ സ്ഥാനം -1, 35 - 1 34 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. 34 എന്നാണ് ആൻസർ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? എ ആണ് ആൻസർ. ഓപ്ഷൻ എ 34. ഓക്കെ, അപ്പം നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു മാത്സ് ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പം ഞാനിപ്പോൾ ഇനി സയൻസാണ് റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഉടനെ സയൻസിൻ്റെ വീഡിയോസൊക്കെ ഇടാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരെയും പോലെ തന്നെ എപ്പോഴും പറയുന്ന കാര്യമാണ്, സമയം നമുക്ക് പരിമിതമാണ്. ആ സമയത്തിൽ നിന്നുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പം ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയാം. സയൻസ് വീഡിയോ ചെയ്യാൻ കഴിയട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യണേ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.